ഹലോ ഗായ്സ്, ബാക്ക് ടു മൈ ചാനൽ. ഭയങ്കര ക്ഷീണമായിരുന്നു ഗായ്സ്, ഒരു രക്ഷയില്ല. നല്ല ചൂടായിരുന്നു, ഒട്ടക്കാട്ടം വെയിലായിരുന്നു. ഒടുവിൽ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ റൈഫിൾ അസോസിയേഷൻ സെന്ററിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഓടി റിസപ്ഷൻ അങ്ങോട്ട് എത്തി. ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു ഗായ്സ്. VIPs ഒക്കെ വരുന്നുണ്ടായിരിക്കും എന്തായാലും. എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ലൊക്കേഷൻ ആയിരുന്നു. കൂടാതെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കോർട്ടും എല്ലാ കാര്യങ്ങളും ഭയങ്കര സെക്യൂർഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ADGP സാറിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് 4 ഫോട്ടോ അങ്ങോട്ട് ചാമ്പിയിട്ട് നേരെ അങ്ങോട്ട് മുകളിലേക്ക് പോയി. നമ്മൾ മുകളിലേക്ക് ചെന്നപ്പോൾ നമ്മൾ ADGP സാർ, നമ്മൾ കളക്ടർ സാർ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ താഴെ ചെന്നപ്പോഴാണെങ്കിൽ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അതിനുശേഷം നമ്മൾ നാസർ സംസാരിച്ച സാർ അക്കാഡമിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കൂടാതെ നമ്മൾ ജില്ലാ കളക്ടറായിട്ടുള്ള ഇമ്പശേഖരൻ സാറും നമ്മുടെ ADGP ആയിട്ടുള്ള മനോജ് സാറും കൂടി നമ്മുടെ പരിപാടി ഇനാഗ്രേഷൻ ചെയ്തു. തിരിച്ചതിന് ശേഷം നമ്മൾ മനോജ് അബ്രഹാം സാർ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഒഫീഷ്യലായിട്ട് ബുക്ക് അനൗൺസ് ചെയ്തു. നമ്മൾ പരിപാടി തീരായപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാളെ കാണാനില്ല. നോക്കുമ്പോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവക്കാണെങ്കിൽ മുട്ട ബജി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. അങ്ങനെ അച്ഛനോട് പരാതി പറയാൻ ചെന്നത്. പരാതി പറഞ്ഞാൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും മുട്ട ബജി പോയിട്ട് അവിടെ ഒരു തേങ്ങയില്ലായിരുന്നു. ഇനി അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാതെ മനസ്സിലാക്കിയോട് അവൾ നേരെ റൈഫിൾ റേഞ്ച് സെക്ഷൻ അങ്ങോട്ട് പോയി. അവിടെ നിന്നാണെങ്കിൽ റൈഫിൾ എടുത്ത് കാര്യമായിട്ട് ഫോക്കസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കിട്ടി ഫോക്കസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാർ വന്നു. സാറാണെങ്കിൽ റൈഫിൾ എങ്ങനെ പിടിക്കേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അക്കാഡമി നിന്ന് കാര്യമായിട്ട് നോക്കാമെന്ന് പറഞ്ഞു പോയപ്പോഴാണ് നമ്മൾ ആൻറ്റി കളക്ഷൻ പോലെ നമ്മൾ റൈഫിളിൻ്റെ കളക്ഷൻസ് ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഗാനമേള കാണാൻ പോയി. ഗാനമേളയുടെ ഇടയ്ക്ക് ആണെങ്കിൽ ആര്യനെ ഡാൻസ് കളിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി. അവളെ ഓടി തിരിച്ചു വരാൻ നേരത്തെ പിന്നെയും പിടിച്ച് ഡാൻസ് കളിപ്പിക്കുകയായിരുന്നു. അവളാണെങ്കിൽ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ വാരി വിതറുകയായിരുന്നു ഗൈസ്. ഡാൻസ് കളിച്ചും പാട്ട് പാടി ക്ഷീണിച്ചതിന് ശേഷം ബുക്കാറോ എന്ന് പറഞ്ഞ് ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് ഒറ്റ ഓട്ടമായിരുന്നു ഗൈസ്. അങ്ങനെ ഫുഡ് നോക്കിയപ്പോഴത്തേക്കാണ് ഗ്രാൻഡ് ഫുഡായിരുന്നു ഗൈസ്. ചിക്കൻ ഫ്രൈയും നമ്മളെ മട്ടൻ മപ്പാസും ചിക്കൻ കറിയും നമ്മൾ പൊറോട്ടയും കിണ്ണത്തപ്പൊക്കെ വെച്ചിട്ട് അടിപൊളി ഫുഡായിരുന്നു എന്തായാലും. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ക്ഷീണത്തിരിക്കുമ്പോഴായിരുന്നു നമ്മൾ ഗാനമേളയുടെ ഫൈനലായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ആ ലൈറ്റിലൊക്കെ നമ്മൾ അക്കാടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഗൈസ്. അങ്ങനെ